ഹലോ ഗൈസ്, വെൽക്കം ടു ചിപ്പിക്കുട്ടി അന്മി. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അത് കാരണമാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൂരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ പൂരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അമ്പലത്തിൽ നടക്കുന്ന പൊങ്കാലയാണ് കേട്ടോ. അപ്പോൾ അതിന് തിരുമേനി വന്ന് ആദ്യം അമ്പലത്തിലേക്കുള്ള പ്രസാദം, അതായത് നമ്മുടെ പൊങ്കാല റെഡിയാക്കുകയാണ് കേട്ടോ. അതിനുള്ള തിരിയൊക്കെ കൊളുത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് വേണം നമുക്ക് എല്ലാവർക്കും എടുത്തിട്ട് അടുപ്പൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ തിരുമേനി ഇങ്ങനെ വന്ന് പൂജയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കിയതായിരുന്നു കേട്ടോ. ആള് തിരുമേനി തീയൊക്കെ വെച്ച് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളൊക്കെ അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ പൊങ്കാലയ്ക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം ആ അടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ച് അരിയൊക്കെ വെള്ളം തിളച്ചപ്പോൾ നമ്മൾ പൊങ്കാല അരി അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇട്ട് നമുക്ക് കുറച്ച് പൊങ്കാല ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് ആളുകളെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത്യാവശ്യം നിറയെ ആളുകളുണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് വെക്കണമെന്നൊരാഗ്രഹം വന്നു, അങ്ങനെ പോയി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരവി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരി ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മളതിങ്ങനെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല, എത്ര പേരുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പൊങ്കാല ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് എല്ലാവരുടെയും വീഡിയോസ് ഒന്ന് സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ അടുപ്പായതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകളുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് നോക്കി ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ എൻ്റെ പൊങ്കാല അങ്ങനെ തിളച്ച് വരികയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ. അപ്പം പൊങ്കാല ഒക്കെ തിളച്ച് വന്ന് അത് പായസത്തിന് പരുവായി പിന്നെ പൂജ ചെയ്ത് നമുക്കതെടുത്ത് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അവിടെ ഇങ്ങനെ പൊങ്കാലയൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.